പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 17 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓണവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 2 ദിവസം കറണ്ട് അഫേഴ്സ് ഉണ്ടാകാതിരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനൊരു ആകാംക്ഷ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കൂ, അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജേഡിസ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ഉദ്ഘാടനം ചെയ്തു. ഇത് ഗുജറാത്തിലാണ്. ഈ ഒരു ട്രെയിനെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നും വിശേഷിപ്പിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 16 തീയതിയാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ അല്ലെങ്കിൽ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ 17, അതായത് ഇന്നാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജന്മദിനം. ഇതിന് ഒരു ദിവസം മുമ്പാണ്, അതായത് സെപ്റ്റംബർ 16 തീയതിയാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ അല്ലെങ്കിൽ വന്ദേ മെട്രോ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലെ ഭുജ് എന്ന സിറ്റി മുതൽ ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള അഹമ്മദാബാദ് വരെയുള്ള ഒരു റെയിൽ റൂട്ടാണ് ഇത് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 360 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. 360 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ആദ്യത്തെ വന്ദേ മെട്രോ ആണിപ്പോൾ ഗുജറാത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ കവാച്ച് സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട്. കവാച്ച് എന്നാൽ ട്രെയിൻ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റെയിൽ സിസ്റ്റമാണ്. ഒരു സാറ്റലൈറ്റ് വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് കവാച്ച് സിസ്റ്റം. ഇത് വന്ദേ മെട്രോയിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സ്മോക്ക് ഡിറ്റക്ഷൻ അതും ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്രെയിൻ ആണ്. 1150 പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ ആണിപ്പോൾ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 16 തീയതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ടൂർ സെന്റർ ആയിട്ട് മാറിയിരിക്കുന്ന സിറ്റി ഇപ്പോൾ ചോദിക്കുമ്പോൾ അത് അയോധ്യയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്കെടുപ്പിൽ അയോധ്യ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ സിറ്റിയായിട്ട് മാറി, ഏറ്റവും വലിയ ടൂർ സെന്റർ ആയിട്ട് മാറിയിരിക്കുകയാണ്. 11 കോടി വിസിറ്റേഴ്സ് ആണ് ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഉത്തർപ്രദേശിൽ എത്തിയിട്ടുള്ളത്, ഉത്തർപ്രദേശിലെ അയോധ്യയിൽ എത്തിയിട്ടുള്ളത്. ഇതിലൂടെ തന്നെ ഉത്തർപ്രദേശിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ചിരുന്ന വാരണാസി എന്ന ആ ഒരു ടൂർ സെന്ററിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അയോധ്യ എത്തിയിട്ടുള്ളത്. വാരണാസിയിൽ 4.61 കോടി ടൂറിസ്റ്റുകളാണ് എത്തിയിട്ടുള്ളത് ഈ കണക്കനുസരിച്ച്. എന്നാൽ അയോധ്യയിലാണെങ്കിൽ 11 കോടി വിസിറ്റേഴ്സ് ആണ് എത്തിയിട്ടുള്ളത്. ഡൊമസ്റ്റിക്കിലും ഇന്റർനാഷണൽ വിസിറ്റേഴ്സ് അടങ്ങുന്ന ഒരു കണക്കാണ് ഈ കഴിഞ്ഞ 2024 ആദ്യത്തെ 6 മാസത്തെ കണക്കെടുത്ത് കാണിച്ചിട്ടുള്ളതും. ഇതിലാണ് അയോധ്യ ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ളതും. ഉത്തർപ്രദേശിൽ ഈ വർഷം 2024 കണക്കനുസരിച്ച് 32 കോടി 98 ലക്ഷം 18,122 ടൂറിസ്റ്റ് ആണ് എത്തിയിട്ടുള്ളത്. 2024 ഫ്രാൻസിൽ നടന്നിട്ടുള്ള വേൾഡ് സ്കിൽ ലിയോൺ 2024 എന്ന കോമ്പറ്റീഷനിൽ ഇന്ത്യക്ക് എത്ര മെഡൽസ് ലഭിച്ചു? 16 മെഡൽസ്. ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് വേൾഡ് സ്കിൽ ലിയോൺ 2024. സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് വേൾഡ് സ്കിൽ ലിയോൺ 2024. ഇതിൽ ഇന്ത്യക്ക് 16 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. 4 ബ്രോൺസ് ലഭിച്ചിട്ടുള്ളത് പാറ്റിസറി ആൻഡ് കോൺഫെക്ഷണറി, ഹോട്ടൽ റിസപ്ഷൻ ആൻഡ് റിന്യൂവബിൾ എനർജി എന്ന കാറ്റഗറിയിലാണ്. പാറ്റിസറി ആൻഡ് കോൺഫെക്ഷണറി ഇതെല്ലാം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതും കൾണറി ആർട്സ് ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റീഷൻസ് ആണ്. കൂടാതെ 12 മെഡൽസ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സലൻസ് എന്ന മേഖലയിൽ ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 70ഓളം രാജ്യങ്ങളിൽ നിന്ന് 1400 പാർട്ടിസിപ്പൻസ് ആണ് 2024 ഫ്രാൻസിൽ നടന്നിട്ടുള്ള വേൾഡ് സ്കിൽ ലിയോൺ എന്ന ഈ ഒരു കോമ്പറ്റീഷനിൽ എത്തിയിട്ടുള്ളത്. കൂടാതെ ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള ടീമിൽ ഏറ്റവും നല്ല പെർഫോമൻസിന് അശ്വിത എന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ദ ബെസ്റ്റ് ഓഫ് നേഷൻ അവാർഡാണ് അശ്വിതയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ലോകം ചുറ്റുന്ന അസാധാരണമായിട്ടുള്ള കപ്പൽ യാത്ര ആരംഭിക്കുന്ന 2 ഇന്ത്യൻ നാവികസേന വനിതാ ഓഫീസർമാരുടെ പേരാണ് ലഫ്റ്റനന്റ് കമാൻഡേഴ്സ് എ രൂപ, കെ ദിൽന. നേവിയിലെ 2 വുമൻ ഓഫീസേഴ്സ് ആണ് എ രൂപ, കെ ദിൽന. ഇവർ ലഫ്റ്റനന്റ് കമാൻഡേഴ്സ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ലോകം ചുറ്റുന്നതിന് വേണ്ടിയുള്ള ആ ഒരു മിഷനിലേക്ക് ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ലഫ്റ്റനന്റ് കമാൻഡേഴ്സ് എ രൂപയും കെ ദിൽനയും. ആ ഒരു കോമ്പറ്റീഷൻ ആണ് സർക്കം നാവിഗേറ്റിംഗ് ദ ഗ്ലോബ് എന്ന ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ലഫ്റ്റനന്റ് കമാൻഡേഴ്സ് എ രൂപയും കെ ദിൽനയും.
ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള വാർത്തയാണ്, ഇവർ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഇന്ത്യയിലെ നാവിക സാഗർ പരിക്രമ 2 എന്ന ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇവർ രണ്ടുപേരും INS വി തരിണി എന്ന കപ്പലിൽ യാത്ര ചെയ്യുന്നത്. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ആണെങ്കിൽ കേരളത്തിലെ കാലിക്കറ്റ് സ്വദേശിയാണ്. 2014 ജൂണിലാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുള്ളതും. കൂടാതെ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എ ആണെങ്കിൽ പോണ്ടിച്ചേരി സ്വദേശിയാണ്. പിതാവ് ഇന്ത്യൻ എയർഫോഴ്സിൽ സെർവ് ചെയ്തിട്ടുള്ള അലിഗിരി സ്വാമി GP. ഇന്ത്യയിൽ നിന്ന് രണ്ടുപേരാണ് ലഫ്റ്റനന്റ് കമാൻഡേഴ്സ് എ രൂപയും കെ ദിൽനയാണ് സർക്കം നാവിഗേറ്റിംഗ് ഗ്ലോബ് എന്ന ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരിച്ചിട്ടുള്ള 2 ഓഫീസേഴ്സ്. ബെബിങ്ക എന്ന ചുഴലിക്കാറ്റ് ഏറ്റവും മാരകമായിട്ട് ഈയടുത്ത് ആഞ്ഞടിച്ചിട്ടുള്ള 2 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഫിലിപ്പൈൻസും ജപ്പാനാണ്. ടൈഫൂൺ ബെബിങ്ക ഇത് ഫിലിപ്പൈൻസിലൂടെയും ജപ്പാനിലും കടന്നുപോയിട്ടുള്ള ഈ ഒരു ചുഴലിക്കാറ്റ് അതിഭീകരമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റാണ്. ഈ ചുഴലിക്കാറ്റിന്റെ പേരാണ് ടൈഫൂൺ ബെബിൻഗ. ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഇപ്പോൾ അത് ചൈനയിലേക്കും എത്താൻ സാധ്യതയുള്ള ഒരു ചുഴലിക്കാറ്റാണ്. അതിവിനാശകരമായിട്ടുള്ള ചുഴലിക്കാറ്റ്. ഇതിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 198 കിലോമീറ്റർ ആണ് മണിക്കൂറിൽ. ചുഴലിക്കാറ്റ് നമുക്ക് 5 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ 119 മുതൽ 153 കിലോമീറ്റർ പെർ ഹവർ ആണ് കാറ്റഗറി 1 വരുന്ന ചുഴലിക്കാറ്റാണ്. എന്നാൽ കാറ്റഗറി 5 എന്ന് പറയുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 252 കിലോമീറ്റർ പെർ ഹവർ, അതിന് മുകളിൽ വരുന്ന ചുഴലിക്കാറ്റിനെയാണ് കാറ്റഗറി 5 എന്ന് പറയുന്നത്. ചുഴലിക്കാറ്റ് ആയിട്ടുള്ള ബെബിൻഗയാണെങ്കിൽ 198 കിലോമീറ്റർ ആണ്. ഇത് കാറ്റഗറി 3യിൽ വരുന്ന ഒരു ചുഴലിക്കാറ്റാണ്. ഇന്നിപ്പോൾ ചുഴലിക്കാറ്റിനെ പല രാജ്യങ്ങളിലും പല രീതിയിലാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ചുഴലിക്കാറ്റിനെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നും, കരീബിയൻ സീ ആണെങ്കിൽ ഹരിക്കെയിൻസ് എന്നും, ചൈന സീ എന്നാണെങ്കിൽ അതിന് ടൈഫൂൺസ് എന്നും, ജപ്പാനിലാണെങ്കിൽ ടേഫു, ഫിലിപ്പൈൻസ് ബാഗ്യോ, USA ടൊർണാഡോസ്, നോർത്ത് ഓസ്ട്രേലിയ ആണെങ്കിൽ വില്ലി വില്ലി എന്ന പേരിലാണ് ഈ ചുഴലിക്കാറ്റിനെ അറിയപ്പെടുന്നത്. മധുര ഡിസ്ട്രിക്റ്റിൽ ഈയടുത്ത് കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ചിത്രശലഭത്തിന്റെ പേരെന്താണ്? സദേൺ ബേർഡ് വിങ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തമിഴ്നാട്ടിലെ മധുര ഡിസ്ട്രിക്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ബട്ടർഫ്ലൈനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാണ് സദേൺ ബേർഡ് വിങ്. ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈന്റെ പേരാണ് സദേൺ ബേർഡ് വിങ്. ഇതിനെ സഹ്യാദ്രി ബേർഡ് വിങ് എന്നും അറിയപ്പെടുന്നു. മധുര ഡിസ്ട്രിക്റ്റിലെ അമേരിക്കൻ കോളേജിന്റെ ക്യാമ്പസിലാണ് സഹ്യാദ്രി ബേർഡ് വിങ് അല്ലെങ്കിൽ സദേൺ ബേർഡ് വിങ്ങിനെ കണ്ടെത്തിയിട്ടുള്ളത്. 2020 വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ അത് സദേൺ ബേർഡ് വിങ് ആയിരുന്നു. 190 mm, അതായത് ഏതാണ്ട് 7.4 ഇഞ്ചാണ് അതിന്റെ ചിറകിന്റെ വലിപ്പം. എന്നാൽ 2020 അതിലും വലിയൊരു ബട്ടർഫ്ലൈനെ കണ്ടെത്തി. അതിന് 194 mm ആണ് അതിന്റെ ചിറകിന്റെ നീളം. ആ ഒരു ബട്ടർഫ്ലൈ നൽകിയിട്ടുള്ള പേരാണ് ഗോൾഡൻ ബേർഡ് വിങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ് ഗോൾഡൻ ബേർഡ് വിങ്. 2ാമത്തേതാണ് ഇപ്പോൾ സദേൺ ബേർഡ് വിങ്. കർണാടക സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണ് സദേൺ ബേർഡ് വിങ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി ആരാണ് നിയമിതനായിട്ടുള്ളത്? സന്തോഷ് കശ്യപ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ ഹെഡ് കോച്ച് ആയിട്ട് സന്തോഷ് കശ്യപിനെ നിയമിച്ചു. അദ്ദേഹം ഇപ്പോൾ ഉള്ള ചാബോ ദേവിയെ പകരമായിട്ടായിരിക്കുള്ളൂ സന്തോഷ് കശ്യപ് ഇന്ത്യൻ വിമൻസ് ഫുട്ബോൾ ടീമിന്റെ കോച്ച് ആകുന്നത്. വരാൻ പോകുന്ന സാഫ് വിമൻസ് ചാമ്പ്യൻഷിപ്പ് ഇത് നടക്കാൻ പോകുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. ഒക്ടോബർ 17 മുതൽ 30 വരെ. ഇതായിരിക്കും സന്തോഷ് കശ്യപിന്റെ ആദ്യത്തെ ഒരു ഹെഡ് കോച്ച് ആയിട്ടുള്ള ഒരു മത്സരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയർ ആയ ആദ്യ പാകിസ്ഥാൻ വനിത ആരാണ്? സലീമ ഇംതിയാസ്. 2024 സെപ്റ്റംബർ 15 പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചത്, അതായത് ഇന്റർനാഷണൽ പാനലിലെ പാകിസ്ഥാൻ നിന്നുള്ള ആദ്യത്തെ ഒരു വനിത സലീമ ഇംതിയാസ് ICC അമ്പയർ ആയിട്ട് സെലക്ട് ആയ കാര്യം. ഇതിലൂടെ പാകിസ്ഥാനിലെ ആദ്യത്തെ ഒരു വനിതയാണ്, അതായത് സലീമ ഇംതിയാസ് ആണ് ICCയിൽ അമ്പയർ ആകുന്നത്. 2024 ഓഗസ്റ്റിലെ ICC പ്ലേയേഴ്സ് ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദുനിത് വെല്ലാലഗി, ഹർഷിത സമരവിക്രമ. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരങ്ങളാണ് ദുനിത് വെല്ലാലഗിയും ഹർഷിത സമരവിക്രമ. 2024 ICC പ്ലെയർ ഓഫ് ദി മന്ത് ഓഗസ്റ്റ് മാസം സെലക്ട് ആയിട്ടുള്ള പുരുഷന്മാരിൽ ദുനിത് വെല്ലാലഗിയും, വനിതകളിലാണെങ്കിൽ ഇത് ഹർഷിത സമരവിക്രമയാണ്. ഈ കഴിഞ്ഞ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് അവിനാഷ് മുകുന്ദ സാബ്ലെ ഏത് ഈവന്റിന്റെ മുൻനിരക്കാരനാണ്?
ഇതിന്റെ ഉത്തരം സ്റ്റീപ്പിൾ ചേസ്. ഇന്ത്യയിലെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു അത്ലറ്റ് ആണ് അവിനാഷ് മുകുന്ദ് സാബ്ലെ. 3000 മീറ്ററിന്റെ സ്റ്റീപ്പിൾ ചേസിൽ ആണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. സ്റ്റീപ്പിൾ ചേസ് എന്ന് പറഞ്ഞാൽ 3000 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളവും അല്ലെങ്കിൽ ഉയർന്ന ചില ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ആ ഓട്ടത്തെ തടസ്സപ്പെടുത്തുക, അതിനെ മറികടന്നുകൊണ്ട് വിജയിക്കുക എന്നതാണ് സ്റ്റീപ്പിൾ ചേസ്. ഇതിലാണ് ഇന്ത്യയുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ അവിനാഷ് സാബ്ലെയുടെ പെർഫോമൻസ്. ജേഡിസ് കറന്റ് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറന്റ് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയ നഗരം? അയോധ്യ. ഫ്രാൻസിൽ നടന്ന വേൾഡ് സ്കിൽ ലിയോൺ 2024 ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 16 മെഡലുകൾ. ലോകം ചുറ്റുന്ന അസാധാരണമായ കപ്പൽ യാത്ര ആരംഭിക്കുന്ന 2 ഇന്ത്യൻ നാവികസേന വനിതാ ഓഫീസർമാരുടെ പേര്? ലഫ്റ്റനന്റ് കമാൻഡർ എ രൂപ, കെ ദിൽന. ബെബിംഗ ചുഴലിക്കാറ്റ് അപകടകരമായി ബാധിച്ച 2 രാജ്യങ്ങൾ ഏതാണ്? ഫിലിപ്പൈൻസും ജപ്പാനും. മധുര ജില്ലയിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ചിത്രശലഭത്തിന്റെ പേരെന്താണ്? സദേൺ ബേർഡ് വിങ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി ആരാണ് നിയമിതനായത്? സന്തോഷ് കശ്യപ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയർ ആയ ആദ്യ പാകിസ്ഥാൻ വനിത ആരാണ്? സലീമ ഇംതിയാസ്. 2024 ഓഗസ്റ്റിലെ ICC പ്ലേയേഴ്സ് ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദുനിത് വെല്ലാലഗിയും ഹർഷിത സമരവിക്രമയും. ഇന്ന് സെപ്റ്റംബർ 17. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: ഇന്ത്യൻ പ്രതിരോധ സേനയുടെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. അപ്പോൾ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.